കേരള ബിൽഡിംഗ് റൂൾ എക്സ്പേർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2-3 ദിവസം മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കെ സ്മാർട്ട് ഉപയോഗിച്ച് ലെയർ മാട്രിക്സ് ചെയ്ത് പരിചയമുള്ളവർക്ക് തടസ്സം കൂടാതെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പേഴ്സണലി എന്നെ അറിയുന്ന ആളുകളൊക്കെ വിളിച്ചിട്ട് ആവശ്യപ്പെട്ടൊരു കാര്യം, തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യുക എന്നുള്ള കാര്യമാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ തുടക്കക്കാർക്കുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ഫസ്റ്റത്തെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നീട് പറയാനുള്ളത് അന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അത് നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് വീഡിയോയിലൂടെ പറയുന്നില്ല. നമ്മൾ അതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മീറ്റർ സ്കെയിൽ തയ്യാറാക്കിയ ഒരു ഡ്രോയിങ് ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബ്ലോക്ക് റെഫറൻസ് വരാൻ പാടില്ല, മൾട്ടി ലൈൻ ടെക്സ്റ്റ്, സ്പ്ലൈന്, ഹാച്ചസ് ഒക്കെ എക്സ്പ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഡ്രോയിങ് ചെയ്യാൻ. പിന്നെ മീറ്റർ സ്കെയിലിൽ 1:1 സ്കെയിലായിരിക്കണം ഡ്രോയിങ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പിന്നീട് ഈ 0 ലെയർ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് വേണം ഡ്രോയിങ് ചെയ്യാൻ. ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇതിലിപ്പോൾ നമുക്ക് കാണാം ഒരുപാട് ലെയർ, ഞാൻ മുമ്പ് ചെയ്ത് വെച്ച ലെയറൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലെയർ മാട്രിക്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ ലെയറൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ വരച്ചിട്ടുള്ള ഒബ്ജക്ട്സ് കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ട് ഞാൻ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത കെ സ്മാർട്ട് എന്ന് പറഞ്ഞ ലെയറിലേക്ക് ഇത് മാറ്റാം. ലെയർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ലെയറിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഇതാ ന്യൂ ലെയർ അല്ലെങ്കിൽ Alt+N അടിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യും. ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ കെ സ്മാർട്ട് എന്ന് പറഞ്ഞ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഡ്രോയിങ് ഒക്കെ അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമില്ലാത്ത ലെയറൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ഒരു ഷോർട്ട് കീ ഉണ്ട്, del, അതായത് ലെയർ ഡിലീറ്റിൻ്റെ ഷോർട്ട് കീ ആണ് LAYDEL. എൻ്റർ അടിച്ചിട്ട് ലെയർ നെയിം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ലെയറും അതിൻ്റെ പേര് സഹിതം നമുക്കിവിടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മൊത്തത്തിലൊന്ന് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെയർ ഒഴികെയുള്ള ബാക്കി എല്ലാ ലെയറും ഇതിൽ നിന്ന് പോയിട്ടുണ്ടാവും. 0 ലെയർ പിന്നെ എന്തായാലും നമുക്കിവിടെ ഉണ്ടായിരിക്കും, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം ഒന്ന് പർജ് ചെയ്ത് കൊടുക്കുക. PURGE എൻ്റർ. പർജ് ഓൾ ചെക്ക്ഡ് ഐറ്റംസ് ക്ലോസ് കൊടുക്കുക. പിന്നെ എലിവേഷൻ ഒന്ന് 0 ആക്കി കൊടുക്കുക. എലിവേഷൻ എൻ്റർ, 0 എൻ്റർ. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഡ്രോയിങ്ങിലേക്ക് കടക്കാൻ. അപ്പോൾ നമ്മൾ ഡ്രോയിങ് തയ്യാറാക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഷീറ്റിലാണ് നമ്മൾ ഫ്ലോർ പ്ലാൻ, ഇത് പുതിയ അപ്ഡേഷന് ശേഷം കൃത്യമായിട്ട് കെ സ്മാർട്ടിൽ പറയുന്നുണ്ട് ഇത്രയും ഏരിയ ഷീറ്റ്. നിങ്ങൾക്ക് ആ ലെയറിൻ്റെ ഡ്രോയിങ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ യൂസർ മാനുവലിൽ കൃത്യമായിട്ട് ഏത് രീതിയിലാണ് ഈ ഷീറ്റ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് കാണിച്ചിട്ട്, ഒന്നുകിൽ അതിന് ലൈന് കോപ്പി എടുത്തിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിലെ സൈസ് നോക്കിയിട്ട് നിങ്ങൾ വേറെ വരച്ചുണ്ടാക്കുക. ഓക്കെ, എങ്ങനെ ആയാലും മതി. അപ്പോൾ ഫ്ലോർ പ്ലാൻ കംപ്ലീറ്റ്, സെക്ഷൻ, എലിവേഷൻ, പിന്നെ ഫ്ലോർസ്, ഇതൊക്കെ കംപ്ലീറ്റ് ഒരു ഷീറ്റിൽ നമ്മൾ വരച്ചു. സൈറ്റ് പ്ലാൻ മറ്റൊരു ഷീറ്റിൽ വരച്ചു. സർവീസ് പ്ലാൻ വരച്ചു. യൂട്ടിലിറ്റി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സെപ്റ്റിക് ടാങ്ക്, സോപ്പ് പിറ്റ്, വേസ്റ്റ് ഡിസ്പോസൽ പിറ്റ്, RWH, ഇനി ബയോഗ്യാസിൻ്റെ പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. യൂട്ടിലിറ്റി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡ്രോയിങ് വരയ്ക്കേണ്ടത്. ഇത് വരച്ചതിന് ശേഷമാണ് നമ്മളുടെ ലെയർ മാട്രിക്സ് ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മുമ്പ് കോപ്പി ചെയ്ത് വെച്ചൊരു ഡ്രോയിങ് ഇതിലേക്ക് കൊണ്ടുവന്ന്, ഡ്രോയിങ് അല്ല, ലെയർ മാച്ച് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നിടാണ്. ഉണ്ടോ, ഇതിൽ കൃത്യമായിട്ട് ഷീറ്റ് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. നമ്മളൊരു ഷീറ്റ് എടുത്തു കൊണ്ടിട്ട് വെറുതെ സ്കെയിൽ ചെയ്ത് സമയം സ്കെയിൽ ചെയ്യരുത് എന്നുള്ള കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. A3 ഈ ഒരു ഷീറ്റിൽ കൊണ്ടിട്ടില്ലാണെങ്കിൽ നേരെ നമ്മൾ A2ലേക്ക് കിടക്കും, അതിലും പറ്റിയില്ലെങ്കിൽ നേരെ A1ലേക്ക് കിടക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലെയർ ഉപയോഗിച്ചിട്ട് ഡ്രോയിങ് ചെയ്യാൻ പോകുന്നത്. അതിന് തൊട്ട് മുമ്പ് തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു തന്ന കാര്യങ്ങൾ, ഷീറ്റ് 1:1 സ്കെയിലായിരിക്കണം, മീറ്റർ യൂണിറ്റിലായിരിക്കണം, ബ്ലോക്ക് റെഫറൻസ് ഒഴിവാക്കുക, ഇൻ്റർ കണക്റ്റഡ് ഹാച്ച്, മൾട്ടി ലൈൻ ടെക്സ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല. സർവേ നമ്പർ ഇതൊക്കെ ഫില്ല് ചെയ്ത് പോകും, നമുക്ക് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഫില്ല് ചെയ്യാതിരിക്കരുത്.
നോ ആണെങ്കിൽ നോ കൊടുക്കുക, എസ് ആണെങ്കിൽ എസ് കൊടുക്കുക. രണ്ട് ഓപ്ഷനും കൂടി അവിടെ നിർത്തി കഴിഞ്ഞാൽ എറർ വരും. നോ ആണെങ്കിൽ ആ നോ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ നിർത്തി ബാക്കിയുള്ളതാണ് ഒഴിവാക്കി കൊടുക്കുക. ആക്സസ് എടുത്ത് മീറ്ററിൽ കാണിക്കാൻ പറഞ്ഞു, അതും എത്ര മീറ്ററാണ് നമ്മൾ ആക്സസ് കൊടുത്തിട്ടുള്ളത് കൃത്യമായിട്ട് കൊടുത്തു പോവുക. ഈ ദേശം കൊടുക്കാനുണ്ട്, വില്ലേജ്, റവന്യൂ വാർഡ്, സർവേ നമ്പർ, പിന്നെ ലൈറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ ഒക്കെ എസ് പറഞ്ഞാൽ കൊടുത്തു പോവുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് തന്നെ പോവാം. ആവശ്യമില്ലാത്തത് അതിൽ നിന്ന് ഒഴിവാക്കുക. അല്ലാതെ സ്ക്രൂട്ടനൈസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യത്തിൽ എറർ വരുന്നതാണ്. ഇത് കഴിഞ്ഞാൽ PDF ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യാനുള്ളതാണ്. അത് നമുക്ക് തൽക്കാലം ആവശ്യമില്ല. എല്ലാവരും ഓട്ടോമേഷൻ മോഡ് തന്നെ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പിന്നെ ഇതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ ഒന്ന് ഓടിച്ച് നോക്കിയൊന്ന് പറയാം. ഈ ലെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൈറ്റ് പ്ലാൻ്റെ ഷീറ്റ് മാച്ച് ചെയ്യേണ്ടത്. സൈറ്റ് പ്ലാൻ ഷീറ്റ് കംപ്ലീറ്റ് ഷീറ്റ് അടക്കം ഈ ഒരു ലെയറിൽ മാച്ച് ചെയ്യുക. സർവീസ് പ്ലാനും അതേപോലെ തന്നെ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഒഴിവാക്കുക. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഇത് നമ്മൾ ഷീറ്റ് മൊത്തത്തിൽ സെലക്ട് ചെയ്ത് പോകാനുള്ളതല്ല. നമ്മൾ യൂട്ടിലിറ്റി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഷീറ്റ് വരച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിൽ ഈ ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ലെയറിലേക്ക് മാച്ച് ചെയ്യും. സെലക്ട് ചെയ്തിട്ടുള്ള ഇവിടെ നിന്നാണ് നമ്മൾ ലെയർ ഇതിലേക്ക് കൊണ്ടുവരേണ്ടത് കേട്ടോ. ഇത് ആദ്യം പോയി സെലക്ട് ചെയ്യേണ്ട. ഇത് കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്കും അതുപോലെ തന്നെ യൂട്ടിലിറ്റി ഡീറ്റെയിൽസിൽ പോയിട്ട് സെപ്റ്റിക് ടാങ്ക്, സോക്ക് പീറ്റൊക്കെ ഈ ലെയറിലേക്ക് മാറ്റി കൊടുക്കാം. സോക്ക് പീറ്റിനായിട്ട് വേറെ ലെയറൊന്നും ഇല്ല കേട്ടോ. സെപ്റ്റിക് ടാങ്കിൻ്റെ ലെയറിൽ തന്നെ അത് മാറ്റാം. വേസ്റ്റ് ഡിസ്പോസൽ പിറ്റ് അതുപോലെ തന്നെ മാറ്റാം. വേസ്റ്റ് ഡിസ്പോസൽ പിറ്റ് മാറ്റുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ലെയർ തന്നെ നമ്മൾ ആ ഒരു ഷീറ്റിന് യൂട്ടിലിറ്റി ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയ ഷീറ്റ് അടക്കം ടൈറ്റിൽ ബോക്സും ഷീറ്റും മൊത്തത്തിൽ ബാക്കിയുള്ള നമ്മൾ മുമ്പ് മാച്ച് ചെയ്ത് വെച്ച റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്, സെപ്റ്റിക് ടാങ്ക് ഒന്നും ഉൾപ്പെടാത്ത തരത്തിൽ, അതിൻ്റെ ലെയർ മാറാത്ത തരത്തിൽ ഷീറ്റ് മാത്രം ഈ ലെയറിലേക്ക് മാറ്റി കൊടുക്കണം. ഓപ്പൺ വെല്ല് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ലെയറിലേക്ക് മാറ്റാം. സോളാർ, ബയോഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ യൂട്ടിലിറ്റി ഡീറ്റെയിൽസിൽ മാത്രം ചെയ്യേണ്ട കാര്യം കേട്ടോ. അത് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഫ്ലോർ പ്ലാനിൻ്റെ ഷീറ്റിൽ ഉൾപ്പെടുത്തേണ്ട സംഭവങ്ങളാണ്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലാൻ ഈ ഒരു ലെയറിലാണ് മാച്ച് ചെയ്യേണ്ടത്. ഈ 0 എന്ന് പറഞ്ഞത് മുതൽ അങ്ങോട്ട് റൈറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. ഇതൊക്കെ -1, -2 എന്ന് പറഞ്ഞാൽ താഴേക്ക്, ഭൂനിരപ്പിൻ്റെ താഴേക്ക്, ബേസ്മെൻറ്റ് 1, ബേസ്മെൻറ്റ് 2 അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ ഈ ഒരു ലെയറിൽ മാച്ച് ചെയ്യുക. ഫസ്റ്റ് ഫ്ലോർ ഇവിടെ ലൈന് കറക്റ്റ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. റെഡ് ലൈന് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറാണ് ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എലിവേഷൻ ഡീറ്റെയിൽസ് ഇതിൽ ബ്ലോക്ക് 1, ബ്ലോക്ക് 2 എന്ന് കൊടുത്ത് ഒരേ പ്ലോട്ടിൽ ഒന്നിൽ കൂടുതൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ 2 യൂണിറ്റ് വരെ ഉള്ളത് നമുക്ക് ഈ ഒരു ലെയർ മാട്രിക്സിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 3 ലെയറൊക്കെ വരികയാണെന്ന് 3 യൂണിറ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ പരിധിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോക്സ് വെച്ചിട്ടല്ല ചെയ്യുക, ഈ ഒരു ലെയർ വെച്ചിട്ടല്ല നമുക്ക് ചെയ്യേണ്ടത്. അതിന് കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എലിവേഷൻ ഡീറ്റെയിൽസ് ബ്ലോക്ക് 1ൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസ് മാച്ച് ചെയ്ത് കൊടുക്കുക. ബ്ലോക്ക് 2 ഉണ്ടെങ്കിൽ അത് മാച്ച് ചെയ്യുക. ഈ സെക്ഷൻ മാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, സെക്ഷൻ്റെ ഷീറ്റ് കംപ്ലീറ്റ്, ഫ്ലോർ പ്ലാനിൻ്റെ ഷീറ്റ് കംപ്ലീറ്റ് സെക്ഷൻ്റെ കൂടെ ഒന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ എക്സ്കാവേഷൻ ഡീറ്റെയിൽസ് 1.5 മീറ്ററിൽ കൂടുതൽ എക്സ്കാവേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ലെയറിൽ മാച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഇത് സൈറ്റ് പ്ലാനിൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ 3-ാം നമ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സൈറ്റ് പ്ലാനിൽ മാത്രം. സൈറ്റ് പ്ലാനിൽ നമ്മൾ പ്ലോട്ട് ബൗണ്ടറി ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ച് പ്ലോട്ട് ബൗണ്ടറി വരയ്ക്കുക. ഇത് മാച്ച് ചെയ്ത് കൊടുക്കുക. ബിൽഡിംഗ് ഫുട് പ്രിൻറ്റ് നമ്മൾ സൈറ്റ് പ്ലാനിൽ ബിൽഡിങ്ങിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നുണ്ട്. അത് ബ്ലോക്ക് 1ൻ്റെ ലൈനാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് മാച്ച് ചെയ്യുക. ബ്ലോക്ക് 2 ആണെങ്കിൽ ഇതിൽ ചെയ്യാം. അതിൽ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് വരുന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിങ്ങിൻ്റെ ഏരിയ ബ്ലോക്ക് 1, ബ്ലോക്ക് 2 അതിനനുസരിച്ച് മാച്ച് ചെയ്ത് കൊടുക്കുക. കവറേജ് ഏരിയ നമ്മൾ ബിൽഡിംഗ് ഫുട് പ്രിൻറ്റിൻ്റെ ലൈൻ തന്നെ സെയിം ഏരിയയാണ് കവറേജ് ഏരിയ വരുന്നുണ്ടെങ്കിൽ, കവേർഡ് ഏരിയ സെയിം ആണെങ്കിൽ നമ്മൾ അത് തന്നെ കോപ്പി എടുത്തിട്ട് ഒന്ന് മാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ബ്ലോക്ക് 1, ബ്ലോക്ക് 2 അതും പറയുന്നുണ്ട്. പിന്നെ കവറേജ് ഡിഡക്ഷൻ, നമ്മൾ ക്യാൻഡിലിവറിന്മേലുള്ള പോർച്ച് പോലുള്ള സംഭവങ്ങളൊക്കെ കവറേജിന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഡിഡക്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആദ്യം ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ട് ഡിഡക്ഷൻ എന്ന് പറഞ്ഞതിൽ പോയിട്ട് വേണം പിന്നെ നമ്മൾ ആ കുറയ്ക്കാനുള്ള ഏരിയ കാണിക്കാൻ കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് കാണിക്കുക. റോഡ് വൈഡനിങ് വരുന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ലൈന് ഈ ഒരു ലെയറിൽ കാണിക്കാം. ഓക്കെ, അടുത്ത 4-ാമത്തെ പോയിന്റ് ഫ്രണ്ട് യാർഡ്. അത് വരയ്ക്കേണ്ടുന്ന രീതിയൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾ അതും കൂടി കാണും. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതും കൂടി കണ്ടു കഴിഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം അതിലുണ്ട്. ഓക്കെ, ഫ്രണ്ട് യാർഡ് ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ച് വരച്ചിട്ട് ഇത് വെച്ച് മാച്ച് ചെയ്യുക. ബ്ലോക്ക് 1ൻ്റെ
2 ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, ഞാൻ ബ്ലോക്ക് 1ൻ്റെ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അതേ രീതിയിലാണ് ബ്ലോക്ക് 2 ഉണ്ടെങ്കിൽ 2ൻ്റെ ലെയർ വെച്ച് ചെയ്ത് പോകേണ്ടത്. ബ്ലോക്ക് 1 മാത്രം പറഞ്ഞു പോകാം. ക്ലോസ്ഡ് പോളി വെച്ചിട്ട് ഫ്രണ്ട് യാർഡ് ഈ ഒരു ലെയറിൽ മാച്ച് ചെയ്ത് പോവുക. റിയർ യാർഡ് ഓക്കെ ഈ പിങ്ക് കളറിൽ നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. സൈഡ് യാർഡ് 1 ഒക്കെ അതിന് ഉപയോഗിച്ച് തന്നെ വരച്ചിട്ട് വേണം മാച്ച് ചെയ്ത് പോകാൻ കേട്ടോ. പിന്നെ സൈഡ് യാർഡ് 2 ആണ്. ഓക്കെ, പെർമിസിബിൾ ബിൽഡിംഗ് ലൈനാണ് എടുത്തത്. ഇതൊക്കെ പുതുതായിട്ട് അപ്ഡേഷൻ കഴിഞ്ഞതിന് ശേഷം ഉൾപ്പെടുത്തിയ കാര്യങ്ങളാണ്. അവർ തന്നെ ക്ലൗഡ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്, റിവിഷൻ ക്ലൗഡ് ഇട്ട് കാണിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെർമിസിബിൾ ബിൽഡിംഗ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിംഗ് റൂൾ അനുസരിച്ച് നമ്മുടെ ചുറ്റുവട്ടത്ത് വരുന്ന സ്ഥലത്തിനും, റോഡ് വരുന്നുണ്ടെങ്കിൽ റോഡിനും, പുഴ വരുന്നുണ്ട്, അതിനൊക്കെ അനുസരിച്ച് നമ്മൾ മിനിമലായിട്ട് ഏറ്റവും കുറച്ചിട്ട് എത്ര സെറ്റ് ബാക്ക് കൊടുക്കാം അതിൻ്റെ ലൈനാണ് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ പെർമിസിബിൾ ബിൽഡിംഗ് ലൈൻ കൊണ്ട് ഉള്ള ലെയറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ലൈന് നമ്മൾ നമ്മുടെ പ്ലോട്ടിൽ വരച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ബിൽഡിംഗ് വരാൻ പാടില്ല, പുറത്തേക്ക് വരാൻ പാടില്ല, അറിയാമല്ലോ. മിനിമം സെറ്റ് ബാക്ക് ഉപയോഗിച്ച് വരയ്ക്കുന്നതാണ്. അപ്പോൾ ആ ലൈന് ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ച് 4 വശത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് വെച്ച് മാച്ച് ചെയ്യാം. അടുത്തത് ബിൽഡിംഗ് ടു ബി ഡീമോളിച്ച്ഡ്. നമ്മൾ ഒരു കെട്ടിടം, പഴയൊരു കെട്ടിടം പൊളിച്ച് കളഞ്ഞിട്ടാണ് പുതിയത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ പൊളിച്ച് കളയുന്ന ബിൽഡിങ് ഈ ഒരു ലെയറിലാണ് കാണിക്കേണ്ടത്. അടുത്ത ഡ്രെയിനേജ് ലൈൻ. നമ്മൾ മുമ്പ് സർവീസ് പ്ലാനിലൊക്കെ സെപ്റ്റിക് ടാങ്കിന്, സോപ്പ് പിറ്റ്, അതുപോലെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇതിനൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ലൈൻസ് കാണിക്കാറുണ്ട്. അപ്പോൾ സെപ്റ്റിക് ടാങ്ക് സോപ്പ് പിറ്റിനെ കണക്ട് ചെയ്ത് കാണിക്കുന്ന ലൈൻസൊക്കെ ഈ ഡ്രെയിനേജ് ലൈൻ അല്ലെങ്കിൽ മറ്റ് ഡ്രെയിനേജ് ലൈൻസൊക്കെ നമ്മൾ പ്ലോട്ടിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ലെയറിൽ കാണിക്കാം. അടുത്തത് വാട്ടർ ലൈനാണ്. നമ്മൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്കിലേക്കും പിന്നെ ഇനി പെർക്കുലേഷൻ ബിറ്റായിട്ട് വെല്ലൊക്കെ കാണിക്കുകയാണെങ്കിൽ വെല്ലിലേക്കൊക്കെ കണക്ഷൻ ലൈൻ കാണിക്കും. അപ്പോൾ അതൊക്കെ ഈ ഒരു ലെയറിലാണ് നമ്മൾ സൈറ്റ് പ്ലാനിൽ വരച്ച് പോകേണ്ടത് കേട്ടോ. ഈ ഒരു ഷീറ്റ് സൈറ്റ് പ്ലാനിൽ കാണിക്കേണ്ടതാണ്. ഈ ഒരു ലെയർ, ഈ 4ാമത്തെ ഓപ്ഷൻ സൈറ്റ് പ്ലാനിൽ കാണിക്കേണ്ടതാണ് കേട്ടോ. 3, 4 ഒക്കെ സൈറ്റ് പ്ലാനിലുള്ളതാണ്. പിന്നെ ടെലി ലൈൻ ഉണ്ടെങ്കിൽ അത് മാച്ച് ചെയ്ത് കൊടുക്കുക, ഇല്ലാത്ത കേസിൽ അത് അവോയ്ഡ് ചെയ്യാം. അടുത്തത് 5ാമത്തെ കാര്യം, ഇതും നമ്മൾ സൈറ്റ് പ്ലാനിൽ കാണിക്കേണ്ട കാര്യം കേട്ടോ. ഈ ഒരു നോട്ടിഫൈഡ് റോഡ്, നമ്മുടെ പ്ലോട്ടിന് മുന്നിലൂടെ വരുന്ന റോഡ് അല്ലെങ്കിൽ പ്ലോട്ടിനോട് ചേർന്ന് വരുന്ന ഏതെങ്കിലും വശത്ത് ചേർന്ന് വരുന്ന റോഡ് ഏത് ടൈപ്പ് റോഡാണ്, നോട്ടിഫൈഡ് റോഡാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. മുമ്പൊക്കെ നമ്മൾ ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ചിട്ട് പ്ലോട്ട് ബൗണ്ടറി, ഫ്രണ്ടിലാണെങ്കിൽ ഫ്രണ്ടത്തെ പ്ലോട്ട് ബൗണ്ടറി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ബോക്സ് വരയ്ക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് റോഡ്. ഇപ്പോൾ ഈ നോട്ടിഫൈഡ് റോഡ് എന്ന് എഴുതിയതാണ് റോഡിൻ്റെ സെൻറ്റർ എന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്തൊരു ലൈൻ വരുന്നുണ്ട്, താഴ്ഭാഗത്ത് ഇങ്ങനെയാണ് നമ്മൾ ലൈൻ വരയ്ക്കേണ്ടത്. ഇങ്ങനെ ലൈൻ വരച്ചിട്ട് നമ്മൾ ഏത് ടൈപ്പ് റോഡാണോ ആ ലെയർ മാച്ച് ചെയ്ത് കൊടുക്കുക. കൽദേശാക്കാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 250 മീറ്ററിന് മുമ്പ് അവസാനിക്കുന്ന റോഡാണെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ കൽദേശാക്കെന്ന് വരാം, 3 മീറ്ററിൽ താഴെയുള്ള. ഓക്കെ, ലൈൻസ് 75 മീറ്ററിൽ താഴെ മാത്രം ലെങ്ത്ത് വരുന്ന ഇടവഴികൾ, ഒന്നോ അതിലധികമോ പ്ലോട്ടിലേക്ക് മാത്രം പോകുന്ന ഇടവഴികളാണ് നമ്മൾ ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞ ലെയറിൽ മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. പ്രൈവറ്റ് റോഡ് അല്ലെങ്കിൽ 6 മീറ്ററിൽ വീതി കുറഞ്ഞ അൺനോട്ടിഫൈഡ് റോഡൊക്കെ നമ്മൾ ഈ ഒരു ലെയറിലാണ് മാച്ച് ചെയ്യേണ്ടത് കേട്ടോ. അൺനോട്ടിഫൈഡ് റോഡ് എന്ന് പറഞ്ഞ ലെയറിൽ. ഓക്കെ, അത് കഴിഞ്ഞ് സ്പ്ലേ മാർക്കിങ്. ഇതൊക്കെ നമ്മൾ ഈ വൈ ഷേപ്പിലുള്ള ജംഗ്ഷൻസ് ഒക്കെ വരുന്ന സാഹചര്യത്തിലൊക്കെയാണ് ഈ ഒരു കാര്യം നോക്കേണ്ടതുള്ളൂ. നമുക്കിപ്പോൾ അത് അവോയ്ഡ് ചെയ്യാം. അടുത്തത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. നമ്മളുടെ സൈറ്റ് പ്ലാനിൽ, സർവീസ് പ്ലാനിലൊക്കെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കാണിച്ചിട്ടുണ്ടാവും. സർവീസ് പ്ലാനിൽ നമ്മൾ ഫസ്റ്റ് ലെയർ മാച്ച് ചെയ്തതല്ലാതെ വേറൊരു കാര്യം ഇനി വരയ്ക്കാനില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഇതൊക്കെ സൈറ്റ് പ്ലാനിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സൈറ്റ് പ്ലാനിൽ നമ്മൾ വരച്ചിട്ടുള്ള റെയിൻ വാട്ടർ ടാങ്കിൻ്റെ മുകളിലൂടെ ഒരു ക്ലോസ്ഡ് പോളി ലൈൻ വരയ്ക്കുക. ഈ ലെയർ വെച്ച് മാച്ച് ചെയ്യുക. കഴിഞ്ഞിട്ടില്ല, മാച്ച് ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ആവശ്യമുള്ള സൈസിനനുസരിച്ച് ചെറുതാക്കിയിട്ട് ഈ ഒരു ടെക്സ്റ്റ് അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇടാം. അതിനടുത്ത് ഈ ഒരു ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ടതിന് ശേഷം ഇവിടെ എത്ര ലിറ്റർ കപ്പാസിറ്റിയാണ് നമുക്ക് നമ്മളുടെ കവേർഡ് ഏരിയ അനുസരിച്ച് കൊടുക്കേണ്ടത് അത് അവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അതിനടുത്ത് നമ്മൾ പെർക്കുലേഷൻ പിറ്റ് കാണിച്ചിട്ടുണ്ടായിരിക്കും, അതായത് ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്. അത് വെല്ലായിട്ട് കാണിക്കാം കേട്ടോ. വെല്ലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെല്ലും ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ് ആയിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ വെല്ലിൻ്റെ ആ ഒരു വെല്ല് സർക്കിൾ ഷേപ്പിലായിരിക്കുമല്ലോ കൂടുതൽ വെല്ലുണ്ടായിരിക്കും. അപ്പോൾ വെല്ലിൻ്റെ ആ ഒരു സർക്കിൾ ഷേപ്പിൽ നമ്മൾ ഓപ്പൺ വെല്ല് മുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഒന്ന് കോപ്പി എടുത്ത് വെച്ചിട്ട് ഈ ഒരു ലെയറിൽ ഒന്നുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 7ാമത്തെ ഓപ്ഷന് കംപ്ലീറ്റ് ആകും. അടുത്തത് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ്. ഇതിലാണ് നമ്മൾ വെല്ലൊക്കെ ഉൾപ്പെടുന്ന ഇതിലാട്ടോ. ഇപ്പോൾ എക്സിസ്റ്റിംഗ് വെല്ലാണ് നമ്മൾ പ്ലോട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് വെല്ലിൻ്റെ ലെയർ വെച്ച് മാച്ച് ചെയ്യുക.
പ്രപ്പോസ്ഡ് ആണെങ്കിൽ പ്രപ്പോസ്ഡ്. അപ്പോൾ ഞാനിപ്പോൾ പ്രപ്പോസ്ഡ് ആണ് എല്ലാ കേസിലും പറയുന്നത് കേട്ടോ. എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മാറ്റി കൊടുക്കും. അടുത്ത വേസ്റ്റ് ഡിസ്പോസൽ ഫെസിലിറ്റീസ്, അത് നമ്മൾ ക്ലോസ്ഡ് പോളിലൈൻ ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടത്. അത് ഈ ഒരു ലെയറിൽ മാച്ച് ചെയ്ത് കൊടുക്കുക. സെപ്റ്റിക് ടാങ്ക്, സോപ്പ് പിറ്റൊക്കെ ഈ ഒരു ലെയറിൽ മാച്ച് ചെയ്ത് കൊടുക്കുക. ഒക്കെ ക്ലോസ്ഡ് പോളിലൈൻ വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ വരയ്ക്കേണ്ടത്. ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് പ്രപ്പോസ്ഡ് ആണെങ്കിൽ ഈ ഒരു ലെയറിൽ മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഓവർഹെഡ് ഇലക്ട്രിക് ലൈൻ, നമ്മൾ പ്ലോട്ടിന് മുകളിലൂടെയൊക്കെ ഇലക്ട്രിക് ലൈൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയർ ഉപയോഗിച്ചിട്ട് ലൈന് വരയ്ക്കുക. ലൈന് വരച്ചിട്ട് ഈ ഒരു ലെയർ മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത് ഈ ഒരു ടെക്സ്റ്റ് അവിടെ കോപ്പി ചെയ്തിട്ടിട്ട് എത്ര വോൾട്ടേജ് ആണെന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കുക. പിന്നെ നേരത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ഡയമെൻഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്ത് വരുന്ന രീതിയിലേക്ക് പുതിയ അപ്ഡേഷൻ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ ഡയമെൻഷൻ ഉപയോഗിച്ച് വരയ്ക്കാൻ തന്നെ പറയുന്നത്. നമ്മൾ കേസ്മാർട്ട് എന്ന് പറഞ്ഞ ഡയമെൻഷനാണ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ ലെയർ ഉപയോഗിച്ച് തന്നെ ആ ഡയമെൻഷൻ ഉപയോഗിച്ച് തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, നമ്മൾ ബിൽഡിങ്ങിൽ നിന്ന് ലൈനിലേക്കുള്ള ഹൊറിസോണ്ടൽ ക്ലിയറൻസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ലെയർ വെച്ച് മാച്ച് ചെയ്യാം. ഓക്കെ. അത് കഴിഞ്ഞ് ഷെയ്ഡ്സ്, ഓപ്പൺ സ്റ്റെയർ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിങ്സ്, അതായത് സൺക്ക് സൈറ്റ് പ്ലാനിൽ ഒരു 60 സെൻറ്റിമീറ്റർ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ലൈൻ വരയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു 60 സെൻറ്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്തിട്ട് ഈ ലെയർ വെച്ച് മാച്ച് ചെയ്താൽ മതി. ഓപ്പൺ സ്റ്റെയർ വരുന്ന സാഹചര്യത്തിൽ മാത്രം ഓപ്പൺ സ്റ്റെയറിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് ഈ ഒരു ലെയറിൽ മാച്ച് ചെയ്യുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബ്ലോക്സ്, അത് ഡയമെൻഷനായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഓപ്ഷൻ ഒന്നും ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്ത് വരില്ല, നമ്മൾ തന്നെ ഡയമെൻഷൻ കാണിക്കണം. ഓക്കെ. അപ്പോൾ കേസ്മാർട്ട് എന്ന് പറഞ്ഞ ഡയമെൻഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡയമെൻഷൻ വരയ്ക്കുക. രണ്ട് ബിൽഡിംഗ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് കാണിക്കുക. ഈ ഒരു ലെയറിൽ മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത 12ാമത്തെ ഓപ്ഷൻ സോളാർ അസിസ്റ്റഡ് ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് സിസ്റ്റം. അത് പോളിലൈൻ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ലെയർ വെച്ച് മാച്ച് ചെയ്യുക. ഓക്കെ. അടുത്തത് ആക്സസറി ബ്ലോക്ക്, നമ്മളുടെ ഔട്ട്സ് പോലെ ഫയർവുഡ് ഷെഡ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആക്സസറി ബ്ലോക്കായിട്ട് ഇവിടെ കാണിക്കാൻ പറ്റും. അപ്പോൾ ആക്സസറി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെയറിൽ നമ്മൾ പോളിലൈൻ വരച്ചിട്ട് ഈ ഒരു ലെയർ ആ ഒരു ബ്ലോക്കിന് മാച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ഹൈറ്റ് മെൻഷൻ ചെയ്യാം. ഓക്കെ. ഈ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് ഹൈറ്റ് മെൻഷൻ ചെയ്യാം. എക്സിസ്റ്റിംഗ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ. ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ 14ാമത്തെ ഓപ്ഷൻ, ഇത് ഫ്ലോർ പ്ലാനിൽ ചെയ്ത് പോകേണ്ടതാണ്. ഇതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നുണ്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിൽട്ടപ്പ് ഏരിയ, പ്രൊപ്പോസ്ഡ് ബിൽട്ടപ്പ് ഏരിയ കാണിക്കേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഈ ഒരു ലെയർ ഉപയോഗിച്ചിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ, നമ്മുടെ ഫ്ലോർ പ്ലാൻ ഷീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ കാണിക്കുന്ന ലൈന് ഔട്ട്ലൈന് വരയ്ക്കുക. ഈ ഒരു ലെയർ ഉപയോഗിച്ച് മാച്ച് ചെയ്യുക. ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ ഈ ഒരു ലെയറിൽ മാച്ച് ചെയ്യാം. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ കട്ടൗട്ടൊക്കെ വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ നേരെ തന്നെ താഴെ കട്ടൗട്ടിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ സാഹചര്യത്തിൽ വരാൻ സാധ്യത കുറവാണ്. ഇനി കോട്ടിയാടോ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ആ കട്ടൗട്ടിൻ്റെ ഓപ്ഷൻ നമുക്ക് ബിൽട്ടപ്പ് ഏരിയയിൽ കുറയ്ക്കാൻ പറ്റും. കോട്ടിയാട് നേരെ മുകളിൽ റൂഫ് ഓപ്പൺ ആയിരിക്കണം, അല്ലാത്ത സാഹചര്യത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ആ ഏരിയ ഉൾപ്പെടും. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ അങ്ങനെ ഓപ്പൺ കോട്ടിയാട് വരുന്നുണ്ടെങ്കിൽ ഈ ലെയർ ഉപയോഗിച്ചിട്ട് ബിൽട്ടപ്പ് ഏരിയ എന്നത് കുറയ്ക്കാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിലാണ് കട്ടൗട്ട് എന്നുണ്ടെങ്കിൽ ബിൽട്ടപ്പ് ഏരിയ മൈനസ് ചെയ്യുന്ന ഓപ്ഷൻ. അടുത്ത ഡിഡക്ഷൻ ഫോർ ഫ്ലോർ ഏരിയ പ്രപ്പോസ്ഡ്, അതായത് നമ്മൾ ബിൽട്ടപ്പ് ഏരിയൻ്റെ ലൈൻ നേരത്തെ പറഞ്ഞു. ആ ബിൽട്ടപ്പ് ഏരിയൻ്റെ ലൈൻ ഞാൻ ജസ്റ്റ് വരച്ച് തന്നെ കാണിക്കാം. ബിൽട്ടപ്പ് ഏരിയൻ്റെ ലൈന് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ലൈനും കൂടി വരച്ചു കൊടുക്കുക. ഈ സിറ്റ് ഔട്ടിൻ്റെ ഹാഫ് പോർഷൻ നമുക്ക് ഫ്ലോർ ഏരിയയിൽ നിന്ന് മൈനസായി പോകുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ഈ അപ്ഡേഷൻ വരുന്നതിന് മുമ്പ് പകുതി ഏരിയ കണക്കാക്കിയിട്ടാണ് ലൈൻ വരച്ചിരുന്നത്, എന്നിട്ട് ആ ലെയർ മാച്ച് ചെയ്യാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം മുഴുവനായിട്ട് വരയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലിവിടെ അവർ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൃത്യമായിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്ത് ഫുള്ളി ഡിഡക്ഷൻ, മുഴുവനായിട്ടും ഡിഡക്റ്റ് ചെയ്യേണ്ട ഏരിയ ഈ ഒരു ലെയർ ഉപയോഗിച്ചും ഹാഫ് ഡിഡക്ഷൻസ് ഈ ഒരു ലെയർ, അതായത് മുഴുവനായിട്ട് ഡിഡക്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ച് പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഫ്ലോർ ഏരിയയിൽ നിന്ന് മുഴുവനായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഈ ഒരു ലെയർ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. ഗ്രൗണ്ട് ആണ് ഈ ഗ്രൗണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ അതുപോലെ എന്തെങ്കിലും ഇപ്പോൾ ഈ ബാറ്ററി റൂം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതുപോലുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയർ ഉപയോഗിച്ചിട്ട്
ഗ്രൗണ്ട് ഫ്ലോർ സെക്ഷനിൽ നമ്മൾ അതായത് ബാൽക്കണി സിറ്റ് ഔട്ട് പോലുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ലെയർ ഉപയോഗിച്ച് വരണം. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ അതുപോലെ സിറ്റ് ഔട്ട് ഇത് വെച്ചിട്ട് മാർക്ക് ചെയ്യുക, ഫുള്ളായിട്ട് വരയ്ക്കുക സിറ്റ് ഔട്ട് ഈ ഒരു ലെയർ ചെയ്യുക. ഫസ്റ്റ് ഫ്ലോറിൽ ബാൽക്കണി ഫുള്ളായിട്ട് വരച്ചിട്ട് ഈ ഒരു ലെയറിൽ മാച്ച് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് ഇതിൻ്റെ ഹാഫ് പോർഷൻ മൈനസ് ആയി പോകും. ഓക്കെ, അടുത്ത ബിൽഡപ്പ് ഏരിയ ഫോർ എക്സിസ്റ്റിംഗ്, അതിൻ്റെ കട്ടൗട്ട് മൈനസ് ചെയ്യുക. ഡിഡക്ഷൻ ഫോർ ഫ്ലോർ ഏരിയ, ഇതൊക്കെ നമ്മൾ പ്രപ്പോസ്ഡ് ഏരിയൻ്റെ പറഞ്ഞത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മൾ അതിൽ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് വരുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ലെയർ മാത്രമേ മാറിയിട്ടുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആണ്. റെഗുലറൈസേഷൻ അതും സെയിം ആണ് കേട്ടോ. റെഗുലറൈസ് ചെയ്യുന്ന ഏരിയ ഉണ്ടെങ്കിൽ അത് ഈ ഒരു ലെയർ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഒരേ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ലെയർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 14ാമത്തെ ഓപ്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ 15ാമത്തെ ഓപ്ഷനിൽ കിച്ചണിലും ചെറിയൊരു മാറ്റം അവർ കൊണ്ടുവന്നുള്ളത്, നമുക്ക് മുമ്പ് റെസിഡൻസിൻ്റെ നിയമപരിധിയിലാണ് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ കിച്ചൺ വരുന്നുണ്ടെങ്കിൽ അത് വരയ്ക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് 2 കിച്ചണായിട്ട് വരുന്ന സാഹചര്യത്തിൽ എന്താ ഗ്രൗണ്ട് ഫ്ലോർ 0, 1, 2 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് നമുക്ക് ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ കിച്ചൺ ഈ ലെയർ ഉപയോഗിച്ച് വർക്ക് ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ലെയറിൽ നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, 15ാമത്തെ ഓപ്ഷനിൽ അത്രയേ ഉള്ളൂ. പോളി ലൈൻ ഉപയോഗിച്ചിട്ട് കിച്ചണിൻ്റെ ഉള്ളിലത്തെ ലൈൻ വരയ്ക്കുക, ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ചിട്ട് അത് മാച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത് സ്റ്റെയർ ക്യാബിൻ ഇതൊക്കെ വരയ്ക്കേണ്ട രീതി നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവർക്കൊന്ന് ഓടിച്ച് വിട്ട് പറയാം കേട്ടോ. സ്റ്റെയർ ക്യാബിൻ നമ്മൾ ആ ഔട്ട്ലൈൻ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ഒരു ഔട്ട്ലൈൻ വെച്ചിട്ട് വരച്ചിട്ട് ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ച് വരച്ചിട്ട് ഈ ഒരു ലെയർ മാച്ച് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഫ്ലോറിൽ ക്ലോസ്ഡ് പോളി ലൈൻ ഉപയോഗിച്ച് വരച്ചിട്ട് ഈ ഒരു ലെയർ മാച്ച് ചെയ്ത് കൊടുക്കുക. ഒന്നിൽ കൂടുതൽ സ്റ്റെയർ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണിച്ചിട്ട് അതുപോലെ ബ്ലോക്ക് 1, ബ്ലോക്ക് 2 ഒക്കെ വേറെ തന്നെ ഓപ്ഷൻ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യാം. അടുത്ത ഷീറ്റ് റൂഫ്, നമുക്ക് ടെറസിലൊക്കെ ഷീറ്റ് ഇടുന്ന സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രൊപ്പോസ്ഡ്, എക്സിസ്റ്റിംഗ്, റെഗുലറൈസേഷൻ. നമ്മൾ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ എക്സിസ്റ്റിങ്ങിൽ ചെയ്യുക. എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അപ്രൂവലൊക്കെ കിട്ടിയ സംഭവമാണ് എന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിങ്ങിൻ്റെ ഓപ്ഷനിൽ കൊടുക്കുക. അതെല്ലാം പുതുതായിട്ട് ചെയ്ത് കഴിഞ്ഞു, അപ്രൂവൽ എടുത്തിട്ടില്ല, റെഗുലറൈസേഷൻ്റെ ഓപ്ഷനിൽ കാണിക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നതാണെങ്കിൽ പ്രൊപ്പോസലിൻ്റെ ഓപ്ഷനിൽ കാണിക്കാം. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോറിലാണ് ആ ഷീറ്റ് വരുന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട്, ഫ്ലോർ 1 ആണെങ്കിൽ ഫ്ലോർ 1, ഫ്ലോർ 2 അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അത് വേണ്ടുന്ന സാഹചര്യത്തിൽ മാത്രം കൊടുക്കാം. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതലത് നമുക്ക് ആവശ്യം വരാറില്ല. കൃത്യ കാര്യം കേട്ടോ. അതായത് നമ്മുടെ ഫ്ലോർ പ്ലാനിൽ തന്നെ നമുക്ക് കവറേജ് ലൈൻ അല്ലെങ്കിൽ ഫുട് പ്രിൻറ്റ് ലൈൻ വരയ്ക്കാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഫുട് പ്രിൻറ്റ് വരച്ചതിന് ശേഷം ഈ ഒരു ലെയറിൽ മാച്ച് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ നമ്മൾ കവറേജ് ഏരിയ എന്താണോ, ഫുട് പ്രിൻറ്റ് ഏരിയ എന്താണോ ആ ഒരു ലൈൻ തന്നെ ആയിരിക്കണം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാതെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബിൽട്ടപ്പ് ഏരിയ ലൈൻ ആയിരിക്കരുത്. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇത് ബിൽട്ടപ്പ് ഏരിയ ലൈൻ അല്ല ചോദിക്കുന്നത്, കവറേജ് ആൻഡ് ഫുട് പ്രിൻ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വരച്ച ലൈൻ എന്താണ്, ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ ആണ് കൂടുതലെന്നുണ്ടെങ്കിൽ അതെന്താണോ ആ ലൈൻ തന്നെ ആയിരിക്കണം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കൊണ്ടുവന്നിടുന്നത്. എന്നിട്ട് ഈ ലെയർ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ഫ്ലോർ മാച്ച് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, പിന്നെ വേറൊരു സാഹചര്യത്തിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിനേക്കാളും കൂടുതൽ ഫസ്റ്റ് ഫ്ലോറൊക്കെ ചാടി നിൽക്കുന്ന ക്യാൻലിവർ പോർഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണല്ലോ നമ്മൾ ഫുട് പ്രിൻറ്റ് വരയ്ക്കുക. അപ്പോൾ ആ ലൈനായിരിക്കണം ഈ 2 ഫ്ലോറിലും കൊണ്ടുവന്നിടേണ്ടത്. ലെയർ മാത്രമേ മാറുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. അടുത്തത് 20ാമത്തെ ബോക്സാണ്, ലാസ്റ്റ് സെക്ഷനിൽ കാണിക്കേണ്ട കാര്യങ്ങളാണ്. പ്രൊപ്പോസ്ഡ് ആവറേജ് ഗ്രൗണ്ട് ലെവൽ. അതായത് പ്രൊപ്പോസ്ഡ് ആവറേജ് ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പ് വരച്ചിരുന്ന പോലെ പോളി ലൈൻ ഉപയോഗിച്ച് വരയ്ക്കരുത് കേട്ടോ. പോളി ലൈൻ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ എറർ കാണിക്കുന്നുണ്ട്. ലൈൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സെക്ഷൻ്റെ ഏറ്റവും താഴ്ന്ന ലെവൽ ആവറേജ് ഗ്രൗണ്ട് ലെവൽ കാണിച്ചു കൊടുക്കുക. അതുപോലെ ബിൽഡിംഗ് ഇതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന ലെവൽ. ഇതൊക്കെ സ്ലോപ്പ്ഡ് റൂഫാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് ഹൈറ്റ് കാണിച്ചാൽ മതി കേട്ടോ. ഈ 2 ലെവൽ കാണിച്ചു കൊടുക്കുക. ഞാൻ ഒരു ഏകദേശം കൂടെ വരച്ച് കാണിക്കാം കേട്ടോ. ബ്ലോക്ക് 1ൻ്റെ ഗ്രൗണ്ട് ലെവൽ ഇതിൽ കാണിക്കാം, ബ്ലോക്ക് 1ൻ്റെ റൂഫ് ലെവൽ കാണിക്കാം. ഇത് നമ്മൾ മുമ്പൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഈ കേസ്മാർട്ട് എന്ന് പറഞ്ഞ ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് ഡയമെൻഷൻ ചെയ്ത് ഇങ്ങനെ കാണിക്കാറാണ്. എന്നിട്ട് അതിൻ്റെ ലെയർ മാച്ച് ചെയ്യും. ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ 2 ലെവൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക് ഇതിൻ്റെ ഹൈറ്റ് ജനറേറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇതും കംപ്ലീറ്റ് ആയിരുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ
ഒന്നുകൂടി ഉറപ്പ് വരുത്തുക ലെയറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം എടുത്തിട്ട് അത് മാറിയിട്ടുണ്ടോ, സെക്ഷൻ്റെ ഷീറ്റും ഈ സെലക്ട് ചെയ്ത് മാറിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പ് വരുന്നത് നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് സ്ക്രൂട്ടനൈസ് ചെയ്യുക, അതിൽ എററും കാര്യങ്ങളും കാണിക്കും. പല സാഹചര്യത്തിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളിൽ തന്നെ വീണ്ടും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ എറർ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒന്നും കൂടി നമ്മൾ ഒഴിവാക്കി പുതുതായിട്ടൊന്ന് വരച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ലൈൻസിലൊക്കെ ആയിരിക്കും കാണിക്കുക. ഗ്രൗണ്ട് ലെവലൊക്കെ മാർക്ക് ചെയ്താൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈനൊന്ന് ഒഴിവാക്കിയിട്ട് ഒന്നും കൂടി വരച്ച് കാണിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എറർ അതൊക്കെ ഇനി പുതിയ അപ്ഡേഷൻസിലൊക്കെ മാറുമായിരിക്കും. ഇപ്പോൾ നമ്മൾ പല തവണ ട്രൈ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ സംഭവങ്ങൾ തന്നെ വീണ്ടും ശരിയാക്കുന്നത്. ഇതിൽ റീഡ് ചെയ്യുമ്പോൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കാണിക്കുന്നത് പല കാര്യങ്ങളും. അതൊക്കെ അപ്ഡേഷനിൽ റെഡിയാവും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് ഒരു ഡ്രോയിങ്ങിനെ പറ്റി, കേസ്മാർട്ടിൽ ചെയ്യേണ്ട ഡ്രോയിങ്ങിനെ പറ്റി ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് എന്തെങ്കിലും